ശ്വാസകോശ സംബന്ധമായ രോഗചികിത്സയിൽ പുതുചരിത്രം തീർത്ത് കണ്ണൂർ ആസ്റ്റർ മിംസ്. ശ്വാസനാളം അടഞ്ഞുപോയ 3.5 മാസം പ്രായമായ കുഞ്ഞിന് ബ്രോങ്കോസ്കോപ്പിയിലൂടെ മിംസ് പൾമനോളജി വിഭാഗം ഡോക്ടർമാർ പുതുജീവൻ നൽകി. സങ്കീർണ ശസ്ത്രക്രിയ ഒഴിവാക്കാനാണ് നൂതന രീതി തെരഞ്ഞെടുത്തതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പാനൂർ പുത്തൂർ സ്വദേശികളായ ദമ്പതികളുടെ 3.5 മാസം പ്രായമായ കുഞ്ഞിന്റെ ജീവനാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ വെച്ച് ബ്രോങ്കോസ്കോപ്പിയിലൂടെ പുതുജീവൻ നൽകിയത്. സങ്കീർണമായ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന സാഹചര്യം ഒഴിവാക്കിയാണ് ശസ്ത്രക്രിയയില്ലാതെ തന്നെ കുഞ്ഞിന്റെ ജീവൻ കണ്ണൂർ ആസ്റ്റർ മിംസിലെ പൾമനോളജി വിഭാഗം ഡോക്ടർമാർ രക്ഷിച്ചത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയായ സാഹചര്യത്തിലായിരുന്നു കുഞ്ഞ് ആദ്യം ചികിത്സ തേടിയത്. വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് 1 മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു. തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു. എന്നാൽ പിന്നീട് കുഞ്ഞിന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. മുലയൂട്ടുമ്പോൾ കുഞ്ഞിന് നീലനിറമാകുന്നതും മാതാവ് ശ്രദ്ധിച്ചു. ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ വീണ്ടും കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വിശദ പരിശോധനയിലാണ് ശ്വാസനാളം ചുരുങ്ങിയതായി മനസ്സിലാക്കിയതെന്നും ഡോക്ടർ എം.ഒ. ശ്രീജിത്ത് പറഞ്ഞു. കൃത്യമായ രോഗനിർണയം നടത്തി ഇന്റർവെൻഷണൽ പൾമനോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ആ കുഞ്ഞിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള കാര്യം വളരെ വിനയത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ കുട്ടി ശ്വാസതടസ്സം ആയി വന്ന് അസാധാരണമായ ഒരു ശബ്ദം തൊണ്ടയിൽ നിന്ന് സ്ട്രൈഡർ എന്ന് പറയും. അത്തരം രോഗലക്ഷണങ്ങളുമായി പ്രസന്റ് ചെയ്ത് നിയോനെറ്റോളജിയിൽ അത് കൃത്യമായ രോഗനിർണയം നടത്തി സബ്ഗ്ലോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്ന വോക്കൽ കോഡിന്റെ ജസ്റ്റ് താഴെ മെയിൻ ശ്വാസനാളമായ ട്രക്കിയുടെ തുടക്ക ഭാഗത്ത് ഒരു സ്റ്റീനോസിസ് ഒരു ചുരുക്കം സംഭവിച്ചതായി കണ്ടെത്തുകയും അത് ഇന്റർവെൻഷണൽ പൾമനോളജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബ്രോങ്കോസ്കോപ്പിയിലൂടെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. 3.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞായതിനാലാണ് ശസ്ത്രക്രിയ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് പൾമനോളജി വിഭാഗം ആലോചിച്ചതെന്ന് ഡോക്ടർ ഗോകുൽദാസ് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയെ മാനേജ് ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാരം കുറവാണ്. അയാളൊരു പ്രിക്തമായിട്ട് ജനിച്ച കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി പോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ താങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കുറച്ചും കൂടെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഒരു ഇന്റർവെൻഷൻ പൾമനോളജി സർജറി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യാതെ എങ്ങനെ കുട്ടിയെ ഈ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ അവിനാശ് മുരുകൻ അതുപോലെ ഡോക്ടർ വിഷ്ണു ശ്രീകൃഷ്ണനുമായിട്ട് ഈ കേസിനെ കുറിച്ച് സംസാരിക്കുകയും തുടർന്ന് ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നാണ് ബാക്കി നമ്മൾ ഇതുപോലെയുള്ള ഇന്റർവെൻഷൻ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരികയും ചെയ്തത്. ബ്രോങ്കോസ്കോപ്പിക്ക് ശേഷം പെട്ടെന്ന് തന്നെ പൂർണ്ണ ആരോഗ്യവാനായി കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചുവെന്ന് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണനും പറഞ്ഞു. ഇന്റർവെൻഷണൽ പൾമനോളജി വിഭാഗത്തിലെ ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ, ഡോക്ടർ അവിനാശ് മുരുകൻ, തൊറാസിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ദിൻരാജ്, നിയോനെറ്റോളജി വിഭാഗത്തിലെ ഡോക്ടർ ഗോകുൽദാസ്, ENT വിഭാഗത്തിലെ ഡോക്ടർ മനു എന്നിവരാണ് ചികിത്സക്ക് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്രയും ചെറിയ കുട്ടിക്ക് ഈ ചികിത്സാരീതി നടപ്പാക്കുന്നതെന്ന് ഡെപ്യൂട്ടി CMS ഡോക്ടർ അമിത് ശ്രീധരനും പറഞ്ഞു. 3 മാസം ആക്ച്വലി കേരളത്തിൽ എനിക്ക് വേൾഡ് ലിറ്ററേച്ചർ നോക്കിയാൽ വളരെ ചുരുക്കം ചില രോഗികൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ചെറിയൊരു കുട്ടിയിൽ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല മറ്റുള്ള ഹോസ്പിറ്റലുകൾ ആക്ച്വലി കോഴിക്കോടിലുള്ള മറ്റു വലിയ ആശുപത്രികളിലെല്ലാം അന്വേഷിച്ചതിന് ശേഷം അവിടുന്ന് പറ്റില്ല എന്ന് വരെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഒരു വലിയൊരു കാര്യമാണ്. AGM ഓപ്പറേഷൻസ് ഹെഡ് വിവിൻ ജോർജും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.